ദൈവനാമത്തിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുന്നു. പല അനുഗ്രഹവാക്കുകൾ കൊടുക്കുന്നതിൽ ഒരു പ്രത്യേക അനുഗ്രഹമാണ് നിങ്ങൾ ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി നിറയുക എന്നുള്ളത്. ഈ ഭൂമി ദൈവം മനുഷ്യന് വാസസ്ഥലമായി കൊടുത്തിരിക്കുന്നു. ഒരു കാലത്ത് ഈ ഭൂമി വെള്ളത്താൽ നിറയപ്പെട്ടിരുന്നു, ഇരുട്ടിലായിരുന്നു. എന്നാൽ മനുഷ്യന് വാസസ്ഥലമായി ഭൂമിയെ ദൈവം കൊടുത്തപ്പോൾ വെള്ളത്തെ മാറ്റി, ഇരുട്ടിനെ മാറ്റി, ആകാശവിധാനങ്ങളെ എല്ലാവിധമായിട്ടുള്ള നല്ല യോഗ്യമാകുന്ന അവസ്ഥ ദൈവം മനുഷ്യന് കൊടുക്കുന്നു. ദൈവം മനുഷ്യന് ഭൂമിയെ കൊടുത്തപ്പോൾ വാസസ്ഥലമായി നമുക്കിത് ലഭിച്ചിരിക്കുന്നുവെങ്കിലും നാം നന്ദിയുള്ളവരായി ദൈവത്തെ ഇവിടെ പാർത്ത് മഹത്വപ്പെടുത്തണം. ഈ ഭൂമിയെ നമ്മൾ കൂടുതൽ ആശ്രയിക്കാനുള്ളവരല്ല, സൃഷ്ടാവായ ദൈവത്തെ നാം ആശ്രയിക്കുമ്പോൾ ഈ ഭൂമിയുടെ മേലെ അധികാരമുള്ള കർത്താവ് സകല ഭൂമികുലുക്കങ്ങളെയും, സകല കാറ്റുകളെയും, സകല ഭൂമിക്ക് വിരോധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മേൽ അധികാരമുള്ളവൻ നമുക്ക് വേണ്ടി നല്ല വാസസ്ഥലമായി ഈ ഭൂമിയെ ആക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്തതായി, നാം ഈ ഭൂമിയിൽ വസിക്കുന്നു എങ്കിലും നാം ഈ ഭൂമണ്ഡലത്തെ സ്നേഹിക്കാനുള്ളവരല്ല. നമ്മളൊക്കെ ഇവിടെ തൽക്കാലവാസികളാണ്. 70, 80, 100 വയസ്സ് വരെ മാത്രം താമസിക്കാനുള്ള ഒരു വാസസ്ഥലമാണ് ഈ ഭൂമി. നമുക്ക് ഒരു നിത്യമായ വാസസ്ഥലമുണ്ട്. 2 പത്രോസ് 3-ാമത്തെ അധ്യായം തുടങ്ങി പല വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയും ഈ ആകാശമൊക്കെ അഴിഞ്ഞു പോകുന്നതാണ്, ഇത് താൽക്കാലികമാണ്. എന്നാൽ ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി ഒരുക്കുന്നു. എന്നെ കേൾക്കുന്ന സൗരസ്വരന്മാരെ, നാമൊക്കെയും ഈ ഭൂലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഭൂമിയെ സ്നേഹിച്ച് ഭൗതികമായി മാത്രം ജീവിക്കാനുള്ളവരല്ല. ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ പ്രൊവിഷൻസിനെ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ഓർത്തുകൊണ്ട്, സൃഷ്ടാവിനോട് കൂടുതൽ അടുത്തുകൊണ്ട്, സൃഷ്ടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ നന്ദിയുള്ള ഹൃദയത്തോടെ പുതുവാന ഭൂമിക്ക് വേണ്ടി, പുതിയ ആകാശത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്കൊരുക്കാം. നമ്മുടെ കർത്താവ് വരാറായി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.